നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനെ ഒത്തുള്ള സന്തോഷകരമായ നിമിഷങ്ങളായിരിക്കും നീ ഓർക്കുന്നത്. എവിടായിരുന്നു? ഒരു യാത്ര കഴിഞ്ഞു വരുന്ന ലക്ഷണം എന്തായാലും ഉണ്ട്. വന്ദനെ ഒത്തുള്ള യാത്രയായിരുന്നു എന്ന് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. എന്റെ ഏട്ടത്തിയമ്മേ, വിശേഷങ്ങൾ പറയാനുണ്ട്. ഞാൻ വന്ദനയോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഏട്ടത്തി വിചാരിക്കും പോലെ പ്രണയിക്കാനും ശൃംഗരിക്കാനും ഒന്നുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല വന്ദന. വർഷയുടെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു. വിക്രം ഇവിടെ വന്നതും അമ്മാവനോട് വന്ദനെ കുറിച്ച് സംസാരിക്കാനാ. അവര് തമ്മില് എന്താ സംസാരിച്ചെന്ന് ഒളിഞ്ഞൊന്ന് കേൾക്കാൻ പറ്റിയില്ല. ഇപ്പൊ എന്താ വിക്രമ വർഷയും തമ്മിലുള്ള പ്രശ്നം? ഏട്ടത്തി, പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാവുമ്പോ അച്ഛൻ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു കളിച്ചാ മതിയോ? എനിക്ക് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും കേൾക്കാൻ സമയമില്ല. അടുക്കളയിലാണെങ്കിൽ പിടിപ്പത് പണിയുണ്ട്. ദേ, അമ്മ വന്നല്ലോ. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് നല്ല പിടിയാ. അല്ല അമ്മ, അത് പിന്നെ ചില രാഷ്ട്രീയ കാര്യങ്ങളിൽ അച്ഛന്റെ നിലപാട് മാറ്റം വേണ്ട. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാണോ നിന്റെ ചേട്ടത്തിയുടെയും വിചാരം? വിദ്യയുമായി രാഷ്ട്രീയ കാര്യം പറയാൻ അവളാരാ? പാർട്ടിയുടെ വനിതാ സെക്രട്ടറിയോ? ദേ മോനെ, മാധവൻ നായരുടെ കുടുംബവുമായി നീ സഹകരിക്കുന്നതിൽ എനിക്ക് യാതൊരു ഇഷ്ടക്കേടുമില്ല. പക്ഷെ വന്ദന, അവള് ജാതകദോഷമുള്ള പെണ്ണ. അവളുമായുള്ള സൗഹൃദവും ഇടപെടലും ഒക്കെ അല്പം കുറയ്ക്കണം. അല്ല അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ വന്ദനയോടൊപ്പം അങ്ങനെ കറങ്ങി നടക്കുന്നൊന്നുമില്ല. വന്ദനയ്ക്കൊരു ജോലി ശരിയാക്കാൻ വേണ്ടി അവളോടൊപ്പം പോയത് തെറ്റാണോ? വർഷയെ കാണുമെന്ന് വന്ദന പറഞ്ഞപ്പോ വിക്രമന്റെ വീട്ടിലേക്ക് ഒന്ന് കയറി. അതിനൊന്നും ഞാനൊരു കുറ്റവും പറയുന്നില്ല. ആ കുട്ടിക്ക് നിന്റെ ഇടപെടലിൽ മാന്യമായൊരു ജോലി കിട്ടുമെങ്കിൽ അതൊരു പുണ്യോ മോനെ. നീ അങ്ങനെ മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കി നടന്നാ പോരാ, സ്വന്തം കാര്യം കൂടി നോക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ദേ, നീ എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിക്കണം. അതാ ഇനി അമ്മയുടെ ആഗ്രഹം. അമ്മേ, തെരഞ്ഞെടുപ്പും ബഹളമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. എനിക്കും വേണമല്ലോ സ്വന്തമായിട്ടൊരു പദവിയും വരുമാന മാർഗവും ഒക്കെ. അത് കഴിഞ്ഞ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം. ദേ, അതൊന്നും ശരിയാവില്ല. ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയായി പോവും. ഈ അമ്മയുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കില്ലേടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.